ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ഐറ്റം ആയിട്ടാണ്. ഇത് നമ്മുടെ അംഗൻവാടി നിന്നൊക്കെ കിട്ടുന്ന അമൃതം പൊടിയാണ്. അപ്പൊ ഇത് വെച്ചിട്ട് കുഞ്ഞു കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി ഒരു പലഹാരം ഞാൻ ഉണ്ടാക്കാൻ പോവാണ്. നമ്മുടെ അംഗൻവാടി നിന്നൊക്കെ കിട്ടുന്ന അമൃതം പൊടിയാണിത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ റെസിപ്പി. ഞാനൊരു ബിസ്ക്കറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടി ആവശ്യത്തിനുള്ള അമൃതം പൊടി, നമുക്ക് എത്രയാണോ ബിസ്ക്കറ്റ് വേണ്ടത് അത്രയും ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി അമൃതം പൊടി എടുക്കുക. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര, നമ്മൾ മധുരമൊക്കെ ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ ഒരു 4 സ്പൂണൊക്കെ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് ഏലക്കായാണ്. ഏലക്കായിൻ്റെ കുരു മാത്രമാണ് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു മുട്ട വേണം. അപ്പോൾ ആ മുട്ട മുഴുവനായിട്ട് ഇടുന്നില്ല, അതിൻ്റെ മുട്ടേൻ്റെ വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മുൻപെല്ലാം ഞാൻ ഈ സെയിം ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന ടൈമിൽ സ്ക്വയർ ഷേപ്പിലാണ് ഉണ്ടാക്കൽ. അപ്പോൾ ഇത്തവണ ഞാൻ ഒന്ന് വെറൈറ്റി ആയിട്ടൊന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് ആക്കി നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് എൻ്റെ മോൻ്റെ അംഗൻവാടിയിൽ അമൃതം പൊടി കൊണ്ടുള്ള റെസിപ്പികൾ ഉണ്ടാക്കുന്ന ഒരു മത്സരം ഉണ്ടായിന്. അപ്പോൾ ആ സമയത്ത് ഞാൻ 2 റെസിപ്പി ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയിന്. അതിലൊരു വിഭവമാണ് ഈ ഒരു ബിസ്ക്കറ്റ്. അന്ന് എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിന്. അപ്പം ഇത് ഞാനിങ്ങനെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് അത് നന്നായി പരത്തി റൗണ്ട് ഷേപ്പിൽ ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം ഇതേ സെയിം പോലെ തന്നെ റൗണ്ട് ഷേപ്പിലാക്കി പരത്തി എടുക്കുന്നുണ്ട്. ഇനി ഇതിന് നമുക്ക് ചെറിയൊരു ഡിസൈൻ എന്നുള്ള രീതിക്ക് ഫോർക്ക് വെച്ചിട്ട് ചെറുങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ചെറിയൊരു ഡിസൈൻ, സാധാരണ നമ്മൾ ബിസ്ക്കറ്റെല്ലാം കാണില്ലേ ചെറിയ ഹോൾസ്, അപ്പോൾ ആ ഒരു മോഡലിന് വേണ്ടിയിട്ട് ഞാൻ ഫോർക്ക് വെച്ചിട്ട് ഇതേപോലെയുള്ളൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാത്തിനും ഇതേപോലെ ഞാൻ ഡിസൈൻ ചെയ്തു. ഇനി ഇത് ഞാൻ വറുത്ത എണ്ണയിലേക്ക് ഇടുകയാണ്. അങ്ങനെ ഓരോന്നും വറുത്ത് എടുക്കാൻ പോകുന്നതാണ്. അപ്പോൾ ഇത് എണ്ണയിലിട്ടിട്ട് ഓരോന്നായിട്ട് വറുത്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു പാത്രത്തിലാണ് ഞാൻ വറുത്തെടുക്കുന്നത്. വലിയ പാത്രത്തിലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു 3-4 എണ്ണമൊക്കെ ഒന്നിച്ച് നമുക്ക് വറുത്തെടുക്കുക. അപ്പോൾ എളുപ്പത്തിലാവും. അപ്പോൾ എൻ്റെ അടുത്തുള്ള പാത്രത്തിലെല്ലാം വേറെയുള്ള കറികളെല്ലാം ആക്കി വെച്ചതുകൊണ്ട് ഞാൻ തൽക്കാലം ഈ ചെറിയൊരു പാത്രത്തിലാണ് ആക്കുന്നത്. അപ്പം നമ്മുടെ ഈ വിഭവങ്ങളൊക്കെ ഇപ്പോൾ റെഡി ആകുമ്പോഴത്തേക്കും എല്ലാ ആൾക്കാർക്കും നമ്മുടെ ചാനൽ വാച്ച് ചെയ്യുന്നവരെല്ലാം നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യണം. നമ്മളെ ഫുള്ളൊന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. ഇനി ഇടുന്ന നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത് ഞാനിതാ കുറേ ബിസ്ക്കറ്റുകൾ ആക്കി എടുക്കുന്നുണ്ട്. നല്ല സൂപ്പർ റെസിപ്പി ആയിരുന്നു. എൻ്റെ മക്കൾക്കെല്ലാം വളരെയേറെ ഇഷ്ടമുള്ള റെസിപ്പിയാണ്. നിങ്ങൾക്കും എല്ലാം ഇത് ആക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം ഇതാ ഇന്നത്തെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കഴിക്കാൻ പോകട്ടോ. താങ്ക് യു.